ഹലോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ചെറിയ കാര്യമാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ അത്. എന്താണെന്നല്ലേ, ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് എപ്പോഴും എല്ലാ ആഴ്ചകളിലും ആഴ്ചയിൽ 3 ദിവസം ചന്ത കൂടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ളത് പോയി കണ്ട് തന്നെ അറിയണം എന്ന് തോന്നി. ഹസ്ബൻഡ് വിളിച്ചു, ഞായറാഴ്ചയില്ലേ നമുക്ക് പുറത്തൊന്ന് പോയിട്ട് ഇവിടുത്തെ ചന്ത കൂടൽ കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോഡ് നേരെ കയറി വന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലാണ് ചന്ത കൂടൽ. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പതുക്കെ താഴേക്ക് നടക്കാതെ എഴുതി 10 മണിക്കാണ് ചന്ത കൂടൽ. വേഗം ഇവിടെ തീരുകയും ചെയ്യും. അപ്പോൾ താഴേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹസ്ബൻഡും ഞാനും മോളും കൂടിയാണ് ചന്തയിലേക്ക് പോകുന്നത്. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അത്യാവശ്യം ഭയങ്കര ബഹളമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നല്ല രസമുണ്ട്, വേറൊരു വൈബാണ്. അവിടെ ഒരു അമ്മൂമ്മ പിന്നെ ഒരു ആൻറ്റിയൊക്കെ പച്ചക്കറി വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന ആൻറ്റിയുടെ അടുത്ത് ഞാൻ ചെന്നു. പച്ചക്കറിയുടെ റേറ്റൊക്കെ ഒന്ന് കേട്ട് നോക്കെ. എത്രയാണ്? 30 രൂപയാണ് ഈ പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. കാരണം എല്ലായിടത്തും 100-150 റേഞ്ചല്ലേ. അപ്പോൾ 30 രൂപയെന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ എടുത്തോളാൻ പറഞ്ഞു. വീട്ടിൽ പച്ചക്കറി ഇരിപ്പുണ്ട്. എന്നാലും കേട്ടപ്പോൾ ഒരു കൗതുകം കാരണം ഞാൻ എടുക്കാൻ പറഞ്ഞു. പിന്നെ 10 രൂപയ്ക്ക് പയറ്, 10 രൂപയ്ക്ക് പച്ചമുളക്, പിന്നെ മോൾക്ക് മാങ്ങാപ്പഴം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാങ്ങാപ്പഴം വാങ്ങി. എല്ലാം കൂടെ 110 രൂപയാണ് അവിടെ ആയത്. എന്തെങ്കിലും ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. മൂക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അവിടുത്തെ മീനിനെ കണ്ടിട്ടാണ്. മീനിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. മീൻ വലിയ രസമായിട്ട് തോന്നിയില്ല. കാരണം അത്ര ഫ്രഷ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയിട്ട് ബൾക്കായിട്ടാണ് മീൻ വാങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വലിയ ഫ്രഷായിട്ട് തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് മീൻ വാങ്ങാൻ പോവാണ്. അവിടെ ഫ്രഷ് കണവ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കപ്പ കണ്ടു. എന്ത് ഫ്രഷല്ലേ. ഈ അങ്കിള് മുറിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 കിലോ കപ്പ ഞങ്ങൾ വാങ്ങി. നല്ല ഫ്രഷ്. കപ്പ വാങ്ങുന്ന സമയത്ത് ഞാൻ ആ പരിസരമൊക്കെയാണ് നോക്കിയത്. ഇതുവരെ ഇത്രയും കാലമായി ഇവിടെ വന്നിട്ട് പക്ഷേ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വെയിലില്ലായിരുന്നു. ഒരു മഴക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിഞ്ഞ അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങളും കമൻറ്റ് ഇടാൻ മറന്നു പോകരുത്. നാട്ടും പ്രദേശം പോലത്തെ സ്ഥലമാണ്. തീരെ കുഗ്രാമമാണോ ചോദിച്ചാൽ അങ്ങനെയല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഞങ്ങൾ കപ്പ വാങ്ങിയിട്ട് തിരിച്ച് മീൻ വാങ്ങാൻ പോകുന്ന സ്ഥലം. അവിടെ ഒരു റോഡ് സൈഡിൽ അവിടെ എന്താ പറയുക സിറ്റിയിലെ പോലെയാണ് കടകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇവിടെ കണവ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് വാങ്ങിയത്. അത് വാങ്ങാൻ വേണ്ടി പോയ ഇടം അത്ര ഗ്രാമീണ വൈബൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും പോകണം എന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി. ഇപ്പോൾ ചെറിയൊരു റബ്ബറിൻ്റെ ഇതൊക്കെ ഉണ്ട്, റബ്ബർ കാടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ കാണുന്ന ഞങ്ങളുടെ വീടാണ്. അപ്പോൾ വീടെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.